ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തന്നെ പഴം നിറച്ചത് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് വളരെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പഴം നിറച്ചത് തയ്യാറാക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പഴം നിറച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2-3 കിസ്മസ്, കുറച്ച് കശുവണ്ടി പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സിമ്മിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിലേക്ക് ഒരു 2-3 ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സിമ്മിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇറക്കി വെക്കുക. ഒട്ടും തന്നെ നിറം പോകാതെ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമ്മൾ ഒരു 3 ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് ഇറക്കി വെച്ച് ഒന്ന് ആറിക്കഴിയുമ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് 2 അറ്റവും കളയാതെ നടുവശം ഒന്ന് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ കറുപ്പ് ഇതേപോലെ ഒരു നൂലുണ്ടാവും, അത് എടുത്ത് കളയുക. ആ നാര് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, കളയണമെങ്കിൽ കളയാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് വിരൽ കൊണ്ട് തന്നെ നന്നായിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് ഇതേപോലെ 2 സൈഡിൽ നിന്ന് ഒതുക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ അത് പുറത്തേക്ക് ചാടിപ്പോകാതിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 2 അറ്റവും പൊട്ടിച്ച് കളയരുത്, അപ്പോൾ നമുക്കിത് ഒതുക്കിയെടുക്കാൻ പറ്റില്ല. ഇതേപോലെ കറുത്ത നാര് കളയുക. എന്നിട്ട് നമുക്ക് ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ അത്ര ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത്, ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 കൈ കൊണ്ട് ഇതേപോലെ തന്നെ നല്ല പഴം ഒതുക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ പുഴുങ്ങി പഴമായതുകൊണ്ട് നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പഴം നമ്മൾ പുഴുങ്ങിയതായതുകൊണ്ട് നമുക്കിനി എണ്ണയിലിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്ത് ശരിക്ക് അപ്പുറം ഇപ്പുറം നല്ല പഴം നന്നായിട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പാൻ വെക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വളരെ സിമ്മിലാക്കുക. സ്റ്റവ് എപ്പോഴും വളരെ സിമ്മിലായിരിക്കണം, തീ കൂട്ടി വെക്കരുത്. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴത്തിൻ്റെ താഴെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. എണ്ണയിൽ പൊരിക്കാതെ തന്നെ നമുക്ക് പഴം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വശം പാകമായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ 1/2 ടീസ്പൂൺ നെയ്യിലാണിത് ചെയ്തതെന്ന് പറയൂല. നമ്മൾ ശരിക്കും ഇത് മുക്കി പൊരിച്ച പോലെ തന്നെ കാഴ്ചയ്ക്കും അതേപോലെ തന്നെയാണ്, കഴിക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് കിട്ടും. നല്ല സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പറാണ്. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ